ഹായ് ഓൾ, എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളിപ്പോൾ പുതിയൊരു വേർഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ THR മാർക്ക് ചെയ്യുന്ന സമയത്തോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനും മറ്റുമായിട്ട് നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന രണ്ട് പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന്, നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ടാവാം, പലർക്കും ഇങ്ങനെ ഒരു അലർട്ട് വരുന്നുണ്ടാവാം. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെ അലർട്ട് വരുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾ പ്രൊസീഡ് എനിവേ അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് ക്വിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആക്ച്വലി ക്വിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായ? ഇതൊരു ഇഷ്യൂ. പിന്നെ വരുന്നൊരു ഇഷ്യൂ ഇങ്ങനെ വരാം. നിങ്ങൾക്ക് കണ്ട ഹലോ പോർഷൻ ട്രാക്കർ ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡിംഗ് വീഡിയോ കണ്ട. അപ്പോൾ ഇതിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ വൈൽ യൂസിങ് ദ ആപ്പ് എന്നില്ലേ, അത് കൊടുക്കണം. പലരും ഓൺലി ദിസ് ടൈം കൊടുത്ത് കാണുന്നുണ്ട്, ഡോണ്ട് അലോ കാണുന്നുണ്ട്. നിങ്ങൾ ഓൺലി ദിസ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സംഭവം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൺലി ദിസ് ടൈം കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കൊടുത്തു, നിങ്ങൾ പോർഷൻ ട്രാക്കറിൽ എൻ്ററായി. രണ്ടാമത് നിങ്ങൾ പിന്നെ എടുക്കുമ്പോൾ പിന്നെ ഇതന്നെ ചോദ്യം വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏറ്റവും ആദ്യത്തെ വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള ആദ്യം കിടക്കുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോർഷൻ ട്രാക്കറിൽ കയറി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയല്ലോ. ഇനി നമ്മളിതിൽ അറ്റൻഡൻസ് ഇടാമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ആ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ട, നിങ്ങൾക്ക് നോക്കിയാൽ ടു കണ്ടിന്യൂ ടേൺ ഓൺ ഡിവൈസ് ലൊക്കേഷൻ ഗൂഗിൾ ലൊക്കേഷൻ സർവീസസ് കണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ വന്ന അപ്ഡേഷനിൽ വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫോണിൽ പോയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ, ഇപ്പോൾ ഇതിൽ ഓണാക്കി എടുക്കുന്ന ഓൾറെഡി ഇവിടെ നിങ്ങൾ കണ്ടത്, ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ട. അപ്പോൾ ഇത് ഓണാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരില്ല. ഈ ലൊക്കേഷൻ ഓണാക്കുക. ഓണാക്കിയതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ ഈ കുട്ടിയുടെ അറ്റൻഡൻസ് ഇടുമ്പോൾ നോക്കിയാൽ കണ്ട, ഇവരുടെ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇതിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. ഇതൊരു കാര്യം. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അലർട്ട് വരാറില്ലേ? ഇതുപോലുള്ള അലർട്ട് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൽ പോവുക. ഫോണിലെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളവിടെ സെർച്ച് ചെയ്യുക. കാരണം നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻസൊക്കെ ഓൺ ആയിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു സംഭവം വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പർ ഓപ്ഷൻസ് കണ്ട, നിങ്ങൾക്ക് ഇത് ഇവിടെ താഴെ കാണാം ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് കണ്ട. ആ ഡെവലപ്പർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മുകളിൽ കണ്ട ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട. ഓണായി കിടക്കുകയാണ് അത്, കണ്ടില്ലേ? ഇതുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അത് ഓഫായി കണ്ട. ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ അത് ഓണാവും. അപ്പോൾ നമുക്ക് എന്തിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആകുമ്പോഴാണ് ആ പറഞ്ഞ ഒരു മെസ്സേജസ് വരാം. അപ്പോൾ നിങ്ങൾ പ്രശ്നമുള്ളവർ കേട്ടോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ഇഷ്യൂ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നവർ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓപ്ഷൻ കണ്ട, ഈ ഒരു ഇഷ്യൂ വരുന്നവർ എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിൽ പോയിട്ട് ഡെവലപ്പർ ഓപ്ഷൻസിൽ പോയിട്ട് ഇത് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്വിറ്റ് കൊടുത്തോ, ഓഫാക്കുക. അതിന് ശേഷം നിങ്ങൾ ഇതിൽ പോയിട്ട് ക്വിറ്റ് കൊടുക്കുക കേട്ടോ. പ്രൊസീഡ് എനിവേ അല്ല കൊടുക്കുന്നത്, ക്വിറ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.